ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഇതാ ന്യൂക്ലിയസ് മാളിലാട്ടോ. സമയം രാവിലെ 6:19 അപ്പോൾ ഇന്നാണ് കേട്ടോ നമ്മളെ കന്താര 2 റിലീസ്. അപ്പോൾ രാവിലെ തന്നെ പടം കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ ന്യൂക്ലിയസ് മാളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ പാർക്കിങ്. 3 വീലറിന് 30 രൂപയാണ്. എന്താ ചെയ്യുക, ഒരു പടം കാണാമെന്ന് വെച്ചാൽ ചിലവാണ്. അപ്പോൾ ഇങ്ങനത്തെ പടങ്ങളൊക്കെ ഫസ്റ്റ് ദിവസം തന്നെ പോയി കാണട്ടെ, രസം, അതിൻ്റെ ഒരു ത്രില്ല് അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ന്യൂക്ലിയസ് മാളിലാണ്. ഏതായാലും പടം കണ്ടിട്ട് അഭിപ്രായം പറയട്ടോ ഗൈസ്. ഒരു വെറൈറ്റി കണ്ടൻ്റൊക്കെ വേണ്ടേ. അപ്പോൾ ഏതായാലും പടം കണ്ടിട്ട് നോക്കാം. അപ്പോൾ ഇനി 10 മിനിറ്റും കൂടി ഉള്ളൂ, വേഗം പോയി നോക്കട്ടെ. ഓക്കെ ഗൈസ്, അതാ എല്ലാവരും പടം കാണാൻ പോകട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ കാന്താര ചാപ്റ്റർ 1 കണ്ടിറങ്ങിട്ടോ ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് റിവ്യൂ ഒക്കെ നോക്കിയായിരുന്നു. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അപ്പോൾ എനിക്കും നല്ല അഭിപ്രായമാണ്. പടം മൊത്തത്തിൽ ഉഷാറാണ് കേട്ടോ, എല്ലാവരും പോയി കാണുക. അപ്പോൾ ഇതിൽ CGI വർക്കൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു അത് വർക്കാവില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ എനിക്ക് പടം മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫസ്റ്റ് ഹാഫൊക്കെ പക്ക എൻഗേജിങ് ആണ്. കോമഡി എന്ന് പറയുമ്പോൾ കോമഡിയൊക്കെ പക്ക വർക്കൗട്ട് ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ കോമഡികളാണ്, ലൈറ്റ് ആയിട്ടുള്ള. അപ്പോൾ ലെജൻഡിൽ ഫസ്റ്റിലുള്ള ഒരു അതേപോലെ തന്നെ കോമഡികളൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ജയറാമിന് നല്ല ക്യാരക്ടർ കിട്ടി. രുക്മിണി നല്ല സൂപ്പറായി ചെയ്തിട്ടുണ്ട്. ട്വിസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ, ട്വിസ്റ്റൊക്കെ സൂപ്പറാണ്. അവസാനത്തെ ക്ലൈമാക്സ് ട്വിസ്റ്റൊക്കെ സൂപ്പറായിട്ടുണ്ട്. പിന്നെ നമ്മളെ രാജാവായിട്ടുള്ള ഗുൽഷൻ കേട്ടോ, അതൊരു നൈസ് ക്യാരക്ടറായി. എന്താ പറയുക, ഒരു കോമഡി, ഒരു സാധാരണ നമ്മൾ കാണുന്ന രാജാവെന്ന് വ്യത്യസ്തമായിട്ടൊരു പ്രത്യേക തരം ക്യാരക്ടറായിരുന്നു കേട്ടോ. അത് നല്ലൊരു ക്യാരക്ടറായിരുന്നു, അത് സൂപ്പറായി. എന്തായാലും മൊത്തത്തിൽ പടം ഏതായാലും ഉഷാറാണ്. എല്ലാവരും ഒന്ന് പോയി കാണുക, എന്നിട്ട് അഭിപ്രായം പറയാം. കണ്ടവരും ഒന്ന് അഭിപ്രായം പറയട്ടെ ഗൈസ്.